Hello friends, welcome back to my channel. ഇന്ന് ദേ ഇവിടെ ഈ ബോട്ടിൽ ആർട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്, ബ്ലൂ കളറിൽ. ഇനി ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഈ പെയിൻറ്റ് നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. വലിയ എഫേർട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ ഫുള്ളായിട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഒരു കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതേ ഇവിടെ 2 കോട്ട് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ബേസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ പാർട്ടിലായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വൈറ്റ് കളർ പെയിൻ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിവിടെ അപ്ലൈ ചെയ്യുന്നത് ബ്രഷ് യൂസ് ചെയ്തിട്ടല്ല, അതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് കവർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെയൊക്കെ കവർ ഉണ്ടാവില്ല, അതായാലും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമുക്ക് പെയിൻറ്റിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എക്സസ് വരുന്ന കുറച്ച് പെയിൻറ്റ് നമുക്ക് ന്യൂസ് പേപ്പറിലേക്ക് മാറ്റാം. കുറച്ച് പെയിൻറ്റ് മാത്രം മതി നമുക്ക് ഈ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ പെയിൻറ്റിങ്ങിനെ ആക്കി കൊടുക്കാം. ബാക്കി വരുന്ന പെയിൻറ്റ് മാത്രം നമുക്കിങ്ങനെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫുൾ ബോട്ടിലും ഈ വൈറ്റ് പെയിൻറ്റ് കവർ ചെയ്തെടുക്കണം. അങ്ങിങ്ങായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഇൻഡിഗോ സ്ലീക്ക് ക്ലിയർ വാർണിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ വാർണിഷ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടും, കുറച്ചുകൂടി ഭംഗിയാവും. ഇപ്പം തന്നെ ഒരു മാർബിൾ എഫക്റ്റ് ഇല്ലേ, പോയൊരു പോളിഷിങ്ങും കൂടെ കഴിയുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണിത് യൂസ് ചെയ്യുന്നത്. 200 ml ടിന്നായിരുന്നു ഇതിന്. 70 റുപ്പീസാണ് ആയത്. അക്രിലിക് പെയിൻറ്റിനും വലിയ റേറ്റൊന്നുമില്ല. ചെറിയ ചെറിയ ബോട്ടിൽസ് അല്ലേ, 20 റുപ്പീസ് 25 റുപ്പീസിനൊക്കെ കിട്ടും. ഒത്തിരി ചെയ്യാൻ പറ്റും, ഒത്തിരി ബോട്ടിൽ ആർട്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീട്ടിൽ വെറുതെ കളയുന്ന ബോട്ടിൽസൊക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. വേറെയും ബോട്ടിൽ ആർട്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് ഫുള്ളായിട്ടും പോളിഷ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.